അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എജുപീഡിയയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 പുതുക്കിയ സിലബസ് പ്രകാരമുള്ള +1 അറബിക് പാഠപുസ്തകത്തിലെ യൂണിറ്റ് 1 രണ്ടാമത്തെ ചാപ്റ്ററാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. വിശ്വപ്രസിദ്ധനായ പണ്ഡിതൻ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു കവിതാ സമാഹാരത്തിൽ നിന്നുള്ള ഒരു കവിതയാണ് ഇന്ന് നമ്മൾ പഠിക്കാനുള്ളത്. കവിതയുടെ ചാപ്റ്റർ അൽ ഇംഫിതാഹു, അതിൻ്റെ ഹെഡിങ് വരുന്ന ക്യാപ്ഷൻ വരുന്നത് അൽ ഇംഫിതാഹു അലൽ ആലം എന്ന് യാത്രയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ്. സാധാരണയായി ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൊട്ടേഷൻ നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ വല്ലാതെ പ്രചരിക്കാറുണ്ട്. നിങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു കുളം അല്ലെങ്കിൽ ഒരു കെട്ടിക്കിടക്കുന്നൊരു വെള്ളം പോലെ ആവരുത്. അത് പെട്ടെന്ന് നാറി മറ്റുള്ളവർക്ക് വളരെ മോശപ്പെട്ട ദുർഗന്ധമുണ്ടാക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അതേസമയം ഒഴുകുന്ന വെള്ളമാണെങ്കിൽ ആ വെള്ളം നല്ല സംശുദ്ധമായിരിക്കും. അതുപോലെ നിങ്ങൾ ധാരാളമായി യാത്ര ചെയ്യൂ. യാത്ര ചെയ്യാത്തവൻ കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ് എന്ന്. അപ്പോൾ അത് എല്ലാം ഉൾക്കൊള്ളുന്ന, ആ ഒരു കൊട്ടേഷൻ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കവിതയാണ് അൽ ഇംഫിതാഹു അലൽ ആലം എന്ന് പറയുന്ന ഈ ഒരു കവിത. കവിതയുടെ ഏറ്റവും താഴെ ഭാഗത്ത് നമുക്കതിൻ്റെ തഫ്ഈലാത്തുകൾ, അഥവാ ഏത് കവിതയാണെങ്കിൽ അതിന് ഒരു ശൈലി ഉണ്ടാകും, ഈണം ഉണ്ടാകും. ആ ഈണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കവിതയുടെ ബസീത്ത് എന്ന് പറയുന്ന ഒരു ശൈലിയിലുള്ള കവിതയാണിത്. അതോടൊപ്പം അതിൻ്റെ തഫ്ഈലാത്തുകൾ, ഈ തഫ്ഈലാത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ അറബിയിലെ കവിതകളെല്ലാം അത് എത്ര നീണ്ട കവിതകളാണ് എങ്കിലും അതിന് കൃത്യമായൊരു ഈണം എല്ലാ വരികളിലും ഉണ്ടാകും. അത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള തഫ്ഈലാത്തുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഹറക്കത്തും സുക്കൂനും. സാധാരണ നമ്മൾ അറബിയിൽ ഹറക്കത്തും സുക്കൂനും ധാരാളം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഫതഹ്, കസ്ർ, ലൊമ്മ് ഇങ്ങനെ തുടങ്ങി ധാരാളം ഹർക്കത്തുകൾ, ഫതഹ്, കസ്ർ, ലൊമ്മ്, സുക്കൂൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ. ഈ ഫതഹും കസ്റും ലൊമ്മാണ് ഹർക്കത്ത്, സുക്കൂന്. അപ്പോൾ ഈ ഹർക്കത്ത്, സുക്കൂന് എന്നിവയുടെ ഒരു കൃത്യമായ ഒരു വിന്യാസം ആണ് കവിതയിൽ ഓരോ വരികളിലും ഉണ്ടാകുക. അത് പ്രത്യേകമായ വിന്യാസമായിരിക്കും. ഇവിടുത്തെ ശൈലിയാണ് കൊടുത്തത് മുസ്തഫീലുൻ ഫായിലുൻ മുസ്തഫീലുൻ ഫായിലുൻ എന്ന് പറഞ്ഞാൽ ആദ്യം മീമിന് ഹർക്കത്തുണ്ട്, ലൊമ്മാണ്. സീന് സുക്കൂനാണ്, താന് വീണ്ടും ഹർക്കത്ത്, ഫായിന് വീണ്ടും സുക്കൂന്, പിന്നെ അതുപോലെ പിന്നെ ഹർക്കത്ത്, പിന്നെ സുക്കൂന്. അപ്പോൾ ഹർക്കത്ത് സുക്കൂന്, ഹർക്കത്ത് സുക്കൂന്, ഹർക്കത്ത് സുക്കൂന്. ഈ ഒരു ശൈലിയിലായിരിക്കും ഈ കവിതയിലെ മുകളിലുള്ള ഓരോ വരികളും ഉണ്ടാക്കുക. നമ്മളിതിങ്ങനെ ചെക്ക് ചെയ്ത് വയ്ക്കാൻ മനസ്സിലാവും. അപ്പോൾ ഏതായാലും അത് അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് അതൊന്ന് ഒരു അധ്യാപകൻ എന്ന നിലക്ക് അതിൻ്റെ ശൈലി എന്താണെന്ന് ഓർമ്മപ്പെടുത്തിയതാണെന്ന് മാത്രം. അൽ ഇംഫിതാഹു അലൽ ആലം എന്ന് പറയുന്ന ആ കവിതയുടെ ആശയം ലോകത്തിലേക്ക് തുറക്കപ്പെടുന്ന ലോകത്തിലേക്കൊരു തുറക്കൽ എന്നൊക്കെ പറയുന്ന ഒരു ആശയമാണ് ഏതാണ്ട് ആ ഒരു പ്രയോഗത്തിന് ലഭിക്കുക. അപ്പോൾ അതേപറ്റിയാണ് ഈ കവിതയിൽ പറയുന്നത്. മനുഷ്യൻ സഞ്ചരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഒറ്റയ്ക്ക് പറയുന്ന ഒരു കവിതയാണ്. നമുക്ക് ആ കവിത ഒന്ന് എന്ത് ചെയ്യാം, ഒരു ഈണത്തിൽ പാടി നോക്കാം. ما في المقام لذي عقل وذي أدب من راحة فدع الأوطان واغتربي سافر تجد عوضا عمن تفارقه وانصب فإن لذيذ العيش في النصب إني رأيت وقوف الماء يفسده إن ساح طاب وإن لم يجر لم يطب والأسد لولا فراق الأرض ما افترست والسهم لولا فراق القوس لم يصب والشمس لو وقفت في الفلك دائمة لملها الناس من عجم ومن عرب والبدر لولا أفول منه ما نظرت إليه في كل حين عين مرتقب والتبر كالترب ملقا في أماكنه والعود في أرضه نوع من الحطب فإن تغرب هذا عز مطلبه وإن تغرب ذاك عز كالذهب. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു രചിച്ച വിഖ്യാതമായൊരു കവിതയാണിത്. നമുക്കതിൻ്റെ ഓരോ ആശയങ്ങളിലേക്ക് പോയി നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം.
അപ്പോൾ ആദ്യത്തെ വരിയിൽ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല ബുദ്ധിയും സംസ്കാരവും അറിവൊക്കെ ഉള്ള ഒരാൾക്ക് ഒരു സ്ഥലത്ത് തന്നെ ഒതുങ്ങിക്കൂടുന്നതിൽ യാതൊരു സുഖവും ഉണ്ടാകില്ല. ആകയാൽ നിങ്ങൾ സ്വന്തം നാട് വെടിഞ്ഞ് നിങ്ങളൊരു പ്രവാസിയാവണം, യാത്ര തിരിക്കണം എന്നാണ് ഈ ഒന്നാമത്തെ കവിതയിൽ മാനവറുകൾ പറയുന്നത്. നമുക്ക് ഓരോ വാക്കുകളുടെയും അർത്ഥം നമുക്ക് ഓരോന്നോരോന്നായി പഠിക്കാം. അപ്പോൾ അതിൽ നോക്കൂ. മാഫിൽ മുഖാമി, നിൽക്കുന്നതിൽ ഇല്ല. ലിദി അഖലിൻ, ബുദ്ധിയുള്ള ആൾക്ക് ഇല്ല. ദീയന ഉടയ എന്നർത്ഥം. അപ്പോൾ ലിദി അഖലിൻ, ബുദ്ധി ഉടയ ആൾക്ക് നിൽക്കുന്നതിൽ ഇല്ല. വദീ അദബിൻ, ദീയന ഉടയാന്നല്ല പറഞ്ഞത്. അപ്പോൾ വദീ അദബിൻ, അറിവുള്ള ആൾക്കും ഇല്ല. അദബ് എന്നൊക്കെ പറഞ്ഞാൽ സാഹിത്യം എന്നർത്ഥമുണ്ട്, അറിവ് എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പോൾ അറിവുള്ള അല്ലെങ്കിൽ സംസ്കാരമുള്ള ആൾക്ക് അവർക്കുമില്ല. അപ്പോൾ ബുദ്ധിയുള്ള സംസ്കാരമുള്ള ആൾക്ക് ഇല്ല. മിൻ റാഹത്തിൻ, യാതൊരു റാഹത്തും ഇല്ല. റാഹത്ത് പറഞ്ഞാൽ സുഖം എന്നർത്ഥം. റാഹത്ത് പറഞ്ഞാൽ കംഫർട്ട്, സുഖം എന്നൊക്കെ അർത്ഥം. ആകയാൽ ഫദഇൽ ഔതാന, ഓ മനുഷ്യ നീ എന്താവുക, നാടുകൾ വിട്ടേക്കുക. ദ എന്ന് പറഞ്ഞാൽ ലീവ് എന്നർത്ഥം. നമ്മൾ യാത്ര പോകുമ്പോൾ അല്ലേ, ലീവ്, ഒരു സ്ഥലം പുറപ്പെട്ടു പോകാമെന്നറിയില്ല, അതിനാണ് അറബിയിൽ ദ എന്ന് പറയുക, അമ്രഫീലാണ്. ദഇൽ ഔതാന, നിങ്ങൾ രാജ്യങ്ങൾ വിട്ടു പോവുക എന്ന് വെച്ചാൽ നിങ്ങൾ പ്രവാസിയാവുക. വത്തൻ എന്ന് പറഞ്ഞാൽ നാട്. വഖ്തരിബി, എന്നിട്ട് നിങ്ങൾ എന്താവുക, ഒരു വിദേശിയാവുക. അപ്പോൾ സ്വന്തം ദേശം വിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ വിദേശിയാവുക. അപ്പോൾ നിങ്ങൾ സ്വന്തം നാട് വിട്ട് പോവുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ബുദ്ധിയുള്ള ആൾ ചെയ്യേണ്ടത്. ബുദ്ധിയും സംസ്കാരമുള്ള ആൾ ആരും എന്താവില്ല, അവർ ജനിച്ച നാട്ടിൽ തന്നെ അവിടെ തന്നെ താമസിക്കുന്നതിൽ യാതൊരു സുഖവും അവർ കാണുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വരിയുടെ ആശയം. ഓക്കെ, അത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ രണ്ടാമത്തെ വരിയിലേക്ക് പോകുന്നു. سافر تجد عوضا عمن تفارقه وانصب فإن لذيذ العيش في النصب. നോക്കൂ, അതിൽ പറയുന്നത് എന്താണ്? അദ്ദേഹം പറയാണ്, സാഫിർ, ഓ മനുഷ്യ നീ യാത്ര ചെയ്യുക. അമ്രുഫീലാണ്, ട്രാവൽ എന്നർത്ഥം. തജിദ് ഇവലൻ, അങ്ങനെ നീ യാത്ര പോകുന്ന സമയത്ത് നീ പകരക്കാരെ എത്തിക്കുന്നതാണ്. അമ്മൻ തുഫാരിഖുഹു, അമ്മൻ എന്നാൽ അൻ പ്ലസ് മൻ എന്നാണ്. അൻ എന്ന് പറഞ്ഞാൽ തൊട്ട്, മൻ എന്ന് പറഞ്ഞാൽ ഒരുത്തൻ. അപ്പോൾ ഒരുത്തരെ തൊട്ട് നിങ്ങൾക്ക് പകരം ലഭിക്കുന്നതാണ്. ഇവ പറഞ്ഞാൽ പകരം. തുഫാരിഖുഹു, നീ ആരെയാണോ വിട്ടുപോകുന്നത്, സ്വാഭാവികമായിട്ടും സ്വന്തം നാട് വിട്ടു പോകുമ്പോൾ അവരുടെ സുഹൃത്തുക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യ സന്താനങ്ങൾ, ഇവരെല്ലാം വിട്ടിട്ടാണ് നമ്മൾ നാട് വിട്ട് അന്യദേശത്തേക്ക് പോവുക. അപ്പോൾ അങ്ങനെ നീ വിട്ട് വേർപിരിഞ്ഞു പോകുന്ന ആളുകളെ തൊട്ട് നിനക്ക് പകരം എത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നീ യാത്ര ചെയ്തോളൂ. അപ്പോൾ എന്താ വേണ്ട, പിന്നെ നിൻ്റെ കൂട്ടുകാരെയും നിൻ്റെ സുഹൃത്തുക്കളെയും മാതാപിതാക്കളൊക്കെ വിട്ടേച്ച് പോകണ്ടേ എന്ന് കരുതിയിട്ട് നീ പോകാതിരിക്കണ്ട, നീ യാത്ര ചെയ്യുക. കാരണം വൻസബ്, മാത്രമല്ല നീ അധ്വാനിക്കുകയും ചെയ്യുക. ഫൈന ലദീദൽ ആയിഷി, കാരണം ജീവിതത്തിൻ്റെ ഒരു ലദീദ് എന്ന് പറഞ്ഞാൽ, ലദീദ് പറഞ്ഞാൽ എന്താണ്, ആസ്വാദനം എന്നൊക്കെ അർത്ഥം, മധുരം. ഫൈന ലദീദൽ ആയിഷി, ജീവിതത്തിൻ്റെ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ സ്വീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഫിന്നസബി, അത് അധ്വാനിക്കുന്നതിലാണ്. കഠിന പ്രയത്നം നമ്മൾ നടത്തുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ നമുക്കൊരു ആസ്വാദനം കിട്ടുക. നമ്മളെന്തെങ്കിലും കുറേ എഫേർട്ട് എടുത്തിട്ട് കുറേ അധ്വാനിച്ച് നമ്മളൊരു അച്ചീവ്മെൻറ്റ്, ഒരു നേട്ടം നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് ഉണ്ടാവുക. അപ്പോൾ നാട് വിട്ട് പോകുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവരെ നമുക്ക് തൽക്കാലം അവരെ വിട്ട് പോകേണ്ടി വരും, അതിൽ ദുഃഖമൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് അതിനേക്കാളും നല്ല പുതിയ ബന്ധങ്ങൾ നാട് വിട്ട് പോകുമ്പോൾ നമുക്ക് ലഭിക്കും, പുതിയ സുഹൃത്തുക്കളെ ലഭിക്കും. അപ്പോൾ ജീവിത വിജയം എന്ന് പറഞ്ഞാൽ നമ്മൾ അധ്വാനിക്കണം, അധ്വാനിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു വരിയുടെ സാരം. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വരിയിലേക്ക് പോവാം. إني رأيت وقوف الماء يفسده إن ساح طاب وإن لم يجري لم يطب. അപ്പോൾ ഈ ഒരു വരിയിൽ ഷാഫി ഇമാം പറയുന്ന ഒരു കാര്യം, ഈ വരിയിലാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, ഏത് ഈ കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആകെ ദുർഗന്ധം ഉണ്ടാകുന്നതാണെന്ന് പറയുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കാറുള്ള ആ ഒരു കൊട്ടേഷൻ വരുന്ന വരിയാണ് ഈ വരി കേട്ടോ. ഇന്നി റഅയ്തു, നിശ്ചയം ഞാൻ കാണുന്നു. എങ്ങനെയാണ് കാണുന്നത്? വഖൂഫൽ മാഇ, വെള്ളം നിൽക്കുന്നത് അല്ലെ, വെള്ളം ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് എന്താക്കുന്നു? യുഫ്സിദുഹു, ആ വെള്ളത്തെ കേടുവരുത്തുമെന്ന്, അത് നാറ്റം ഉണ്ടാക്കുമെന്നത് ഞാൻ അഭിപ്രായപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ കാണുന്നു. അതേസമയം ഇൻ സാഹ തോബ, അതേസമയം ആ വെള്ളം, ഇൻ എന്നാൽ നമ്മൾ ഇംഗ്ലീഷിൽ ഈഫ് എന്ന് ഉപയോഗിക്കൂലേ, ഈഫ്,
ആ മനക്ക് ഉപയോഗിക്കുന്ന വേർഡാണ്. അഥവാ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇൻ സാഹ ആ വെള്ളം ഒഴുകുകയാണ് എങ്കിൽ തോബ ആ വെള്ളം ശുദ്ധിയുള്ളതായി മാറും, നല്ല ക്ലിയർ ആകും, ക്രിസ്റ്റൽ ക്ലാരിറ്റി എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിൽ. അതുപോലെ സ്ഫടിക സമാനമായിട്ട് 2 കുളം നമ്മൾ സങ്കല്പിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ 2 കുളമുണ്ട്. ചില കുളങ്ങൾക്ക് എന്തുണ്ടാവും, കുളത്തിൽ നിന്ന് പുറത്തോട്ട് കുളത്തിലേക്ക് വെള്ളം ഉറവയായിട്ട് വരുന്നുണ്ടാവും. കുളത്തിൽ നിന്ന് പുറത്തോട്ട് പോകാൻ നമ്മൾ ഈ അണക്കെട്ടിലൊക്കെ ഉണ്ടാകുന്ന പോലെ ഒരു സ്പിൽ വേ അല്ലെ, പുറത്തോട്ട് അധികമുള്ള വെള്ളം, നിറഞ്ഞു നിൽക്കുന്ന വെള്ളം പുറത്തു പോകാൻ ചെറിയ ചില കനാലുകളോ മറ്റോ ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുളം നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും. അതിൽ കണ്ടാൽ തന്നെ നമുക്ക് ചാടി കുളിക്കാൻ തോന്നും. ചില കുളം ഉണ്ട് അതിങ്ങനെ കെട്ടി നിൽക്കുകയായിരിക്കും. അതിങ്ങനെ അതിൽ വെള്ളം നിൽക്കുന്തോറും അത് കെട്ട് വാസനിച്ച് ആകെ ഒരു ദുർഗന്ധം വമിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ രണ്ടും ഉണ്ട്. അപ്പോൾ ഈ കെട്ടി നിൽക്കുന്ന വെള്ളം എന്താണ് സംഭവിക്കുന്നത്, അതിൽ വെള്ളം കേടുവന്ന് പോവുക ചെയ്യുക. അതേസമയം ഒഴുകുന്ന വെള്ളമാണെങ്കിലോ ഇൻസാഹ ആ വെള്ളം ഒഴുകുകയാണെങ്കിൽ തോബ അത് നല്ല സംശുദ്ധി ഉള്ളത്, നല്ല പ്യുവർ വാട്ടറായിട്ട് എന്താവും അത് മാറും. അപ്പോൾ അതേപോലെ തന്നെയാണ് മനുഷ്യൻ. അവൻ ഒരേ സ്ഥലത്ത് അങ്ങനെ കെട്ടിക്കിടക്കുകയാണ് എങ്കിൽ അവന് ഈ നേരത്തെ പറഞ്ഞ പോലെ ക്ലാരിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വിശുദ്ധി കിട്ടില്ല. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്താവണം, നിരന്തരം അവൻ സഞ്ചരിക്കണം. അപ്പോൾ അവൻ്റെ സംസ്കാരമൊക്കെ മാറും. അതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇല്ലം മെജിരി അപ്പോൾ ഈ വെള്ളം ഒഴുകുന്നില്ല എങ്കിൽ ലം മെത്തുബി ആ വെള്ളം ശുദ്ധിയാകുന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതൊരു ഒരു പ്രയോഗമാണ്. രസകരമായ ചില ഉദാഹരണങ്ങളിലൂടെ നമ്മുടെ കവിയായിട്ടുള്ള അഥവാ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവർ പറയുന്നത്, മനുഷ്യൻ ഒരേ ഇടത്ത് തന്നെ ഇരുന്നാൽ അവൻ്റെ ബുദ്ധിയും അവൻ്റെ കഴിവും എല്ലാം എന്താകും, നശിച്ചു പോകും. കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ, നമ്മുടെ സംസ്കാരം മെച്ചപ്പെടുക, അതുപോലെ നമ്മുടെ ഭാഷ ഉഷാറാവുക, അങ്ങനെ ഒരുപാട് നമ്മുടെ ബിസിനസ്സുകൾ വളരുക, എല്ലാം ഉണ്ടാകുന്നത് യാത്രകൾ നടക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇല്ല എങ്കിൽ കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ ആയിരിക്കും. വെള്ളം ഒഴുകുമ്പോഴാണെന്ത് കിണറുകളും കുളങ്ങളൊക്കെ എന്താവും, ശുദ്ധിയാവുക. മനുഷ്യനും ഇതുപോലെ നിരന്തരം ചലിച്ചു കൊണ്ടിരിക്കണം എന്ന ആശയമാണ് ഈ ഒരു വരിയിൽ പറയുന്നത്. ഇപ്പം ഇതിൽ ഓരോ വാക്കുകളും കിട്ടിയിട്ടുണ്ടാവും. സാഹ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക, തോബാന ശുദ്ധിയാവുക, എജിരി എന്ന് പറഞ്ഞാലും ഇതേ സാഹൻ്റെ അതേ മന തന്നെയാണ്. അപ്പോൾ വെള്ളം ഒഴുകുന്നില്ല എങ്കിൽ ആ വെള്ളം നന്നാകുന്നില്ല എന്നർത്ഥം. അഫ്സദ ഇഫ്സുദാനെ കേടുവരുത്തുക, വഖൂഫുൽ മായന വെള്ളം നിൽക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും വരി ക്ലിയർ ആയി ഉണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത വരി നോക്കാം. والأسد لولا فراق الأرض ما افترست والسهم لولا فراق القوس لم يصب. വൽ ഉസ്ദു എന്ന് പറഞ്ഞാൽ സിംഹങ്ങൾ എന്നാണ് അർത്ഥം അല്ലേ. സിംഹം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലയൺ, ദി ലയൺ. അപ്പോൾ ഉസ്ദ് എന്നുള്ള അതിൻ്റെ ജമ്മാണ്. അസദ് എന്നുള്ളതിൻ്റെ ജമ്മാണ് എന്ത്, ഉസ്ദ്. അപ്പോൾ ഉസ്ദാന സിംഹങ്ങൾ. ലൗലാ ഫിറാഖുൽ അർളി അവകൾ അവയുടെ ഗുഹ വിട്ട് പുറത്തു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ. ഇവിടെ അർള് എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് നേരെ അർത്ഥം. പക്ഷെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അവകളുടെ ജന്മസ്ഥലമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ താമസ സ്ഥലമായിട്ടുള്ള ഗുഹകൾ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഗുഹകൾ അല്ലെങ്കിൽ അവ കുടുംബസമേതം താമസിക്കുന്ന അവറ്റകളുടെ ഒരു കംഫർട്ട് സോൺ. അപ്പോൾ അത് വിട്ട് ആ സിംഹങ്ങൾ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ മഫ്തറസത്ത് അതിനൊരിക്കലും ഇര പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. ഇഫ്തറസ എന്ന് പറഞ്ഞാൽ ഇര പിടിക്കുക. നമ്മൾ അറബിയിൽ ഹയവാനുൻ മുഫ്തരിസു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, ഇര പിടിക്കുന്ന, ഹണ്ടിങ് നടത്തുന്ന ജീവികളെയാണ്, വന്യജീവികൾ. ഇതിനെയാണ് നമ്മൾ ഹയവാനുൻ മുഫ്തരിസ്. അപ്പോൾ ഈ വാക്കിന്ന് ഒന്നാണിത്. ഇഫ്തറസ എന്ന് പറഞ്ഞാൽ ഹണ്ടിങ് നടത്തുക. അപ്പോൾ ഏത് സിംഹമാണെങ്കിലും അത് അവറ്റകളുടെ ആൺ ലയൺ ആയിരിക്കും മിക്കവാറും എന്ത് ചെയ്യുക, ഈ അറ്റാക്ക് നടത്തി മറ്റു ജീവികളൊക്കെ പിടിച്ചു കൊണ്ടുവരിക. അപ്പോൾ അത് അങ്ങ് സ്വന്തം വീട് അല്ലെങ്കിൽ ഊഹൊക്കെ വിട്ട് പുറത്തു പോയിട്ടില്ലായിരുന്നു ഞാൻ ഒരിക്കലും എന്തുണ്ടാവില്ല, ഈ പറയുന്ന വേട്ടയാടുക എന്ന് പറയുന്ന കഴിവ് ഉണ്ടാകില്ലായിരുന്നു, ഇര പിടിക്കാൻ സാധിക്കില്ലായിരുന്നു. അത് ഇതുപോലെ തന്നെയാണ് വസ്സഹ്മു അതുപോലെ അമ്പിൻ്റെ പ്രത്യേകത എന്താണ്, ലൗലാ ഫിറാഖുൽ കൗസി അത് അതിൻ്റെ കൗസിനെ വിട്ട് പോകുന്നില്ലായിരുന്നുവെങ്കിൽ. ഫിറാഖന വേർപിരിയുക എന്നൊക്കെയാണ്. അപ്പോൾ ഈ അമ്പ് വേർപിരിഞ്ഞു പോകുന്നില്ലായിരുന്നുവെങ്കിൽ എന്തിനെ വേർപിരിഞ്ഞു പോകുക, അൽ കൗസ്. കൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അമ്പും വില്ലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അമ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ ഉണ്ടാവുക അല്ല, വില്ല് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്തായിരിക്കും, ഒരു കയറോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നല്ല റബ്ബർ ബാൻഡ് പോലുള്ള എന്തോ സംഗതിയാണ് അവിടെ ഉണ്ടാവുക. അത് വലിച്ചിട്ട് നമ്മൾ വിടുക. അപ്പോൾ ഈ പറയുന്ന കൗസ് പറഞ്ഞാൽ ഇതേ സാധനമാണ്. ഇങ്ങനെ ഒരു അർദ്ധവൃത്താകൃതിയുള്ള സാധനം നമ്മൾ വില്ല് എന്ന് പറയും. അപ്പോൾ ഈ വില്ല് വിട്ട് അമ്പ് മുന്നോട്ട് കുതിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്നാണ് കവി ഇതിലൂടെ പരാമർശിക്കുന്നത്, ഇതിലൂടെ പറയുന്നത്. അപ്പോൾ വില്ലിനെ വിട്ട് അമ്പ് പുറത്ത് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നത് കൊണ്ട് മാത്രമാണ് എന്താകുന്നത്, ലം യുസിബി അവർക്കത് ലഭിക്കില്ലായിരുന്നു. അപ്പോൾ ലക്ഷ്യസ്ഥാനത്ത് തറക്കില്ലായിരുന്നു. അപ്പോൾ അമ്പ് വില്ലിനെ വിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അത് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ ഒരു വേർപിരിയൽ ഉണ്ടാകുന്നുണ്ട്. എന്നതുപോലെ നീ നിൻ്റെ നാട് വിട്ട്
വിട്ടു പോകണം. ജോലിക്ക് വേണ്ടിയാണെങ്കിലും അറിവ് പഠിക്കാൻ വേണ്ടിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റെന്താണെങ്കിലും അപ്പോഴേ നിൽക്കുന്നുണ്ടാവുള്ളൂ, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ സിംഹങ്ങളാകുന്നത് ലൗല, അങ്ങനെ അല്ലെങ്കിൽ, നമ്മളിവിടെ ഇൻ എന്ന് പറഞ്ഞപ്പോൾ ഈഫ് എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞല്ലോ ഇംഗ്ലീഷിലെ, എന്നുപോലെ ലൗല എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ അർത്ഥം വരും ഈഫ് നോട്ട് എന്നാണ്. ഈഫ് നോട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ. ലൗല ഫിറാഖുൽ അർളി, ഒരു സിംഹം അതിൻ്റെ ഗുഹകൾ വിട്ട് അതിൻ്റെ ജന്മസ്ഥലം അതിൻ്റെ പ്രദേശം വിട്ട് പോകുന്നില്ല എങ്കിൽ മഫ്തറസത്ത്, അതിന് ഇരപിടിക്കാൻ സാധിക്കില്ലായിരുന്നു. വസ്സഹുമു, അതേപോലെ അമ്പ്, ലൗല ഫിറാഖുൽ ഖൗസി, അത് അതിൻ്റെ വില്ലിനെ വിട്ട് പോകുന്നില്ലായിരുന്നുവെങ്കിൽ ലം യുസ്ബി, അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഇതിൽ കിട്ടേണ്ട വാക്ക് കൗസ് എന്ന് പറഞ്ഞാൽ വില്ല്, ഫിറാഖ് വേർപെട്ട് പോവുക, സഹ്മ എന്ന അമ്പ്, ഇഫ്തറസ എന്ന് പറഞ്ഞാൽ ഇരപിടിക്കുക, പിന്നെ ഉസ്ദ് എന്ന സിംഹങ്ങൾ. എല്ലാം യുസിബിയാൻ അവിടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കില്ലായിരുന്നു എന്നൊക്കെ അർത്ഥം. അസ്വാബാന ലക്ഷ്യസ്ഥാനത്ത് എത്തുക അല്ലെങ്കിൽ തറക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ വില്ല് അമ്പ് നമ്മൾ എറിയുമ്പോൾ അതിനൊരു നാട്ടക്കുറി ഉണ്ടാവും, അവിടെ പോയിട്ടാണ് അത് പതിക്കുക. അപ്പോൾ അതാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ പക്ഷികളോ മറ്റൊക്കെ വേട്ടയാടുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്താണോ ലക്ഷ്യമാക്കുന്നത് അങ്ങോട്ട് എത്തില്ലായിരുന്നു. അപ്പോൾ ഈ വരി ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാകുന്നു. അടുത്ത വരിയിലേക്ക് പോവാം. والشمس لو وقفت في الفلك دائمة لملها الناس من عجم ومن عربي. നോക്കൂ, ഈ വരിയിൽ പറയുന്നത് എന്താണ്? ഇതിൽ ഉപമ പറയുന്നത് സൂര്യനെ കുറിച്ചാണ്. ഷംസ് എന്ന് പറഞ്ഞാൽ ദി സൺ, സൂര്യൻ എന്നാണ്. സൂര്യനെ കുറിച്ച് കവി പറയുന്നത് എന്താണ്? സൂര്യൻ ആകാശത്ത് ഒരേ സ്ഥാനത്ത് തന്നെ എപ്പോഴും അനങ്ങാതെ നിൽക്കുകയായിരുന്നുവെങ്കിൽ, അതാണ് അപ്പോൾ ഷംസ് സൂര്യനാകുന്ന ലൗ വഖഫത്ത്, ആ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ, ലൗ എന്ന് പറഞ്ഞാൽ ഇഫ്, എന്ന് പറയുന്നവരെന്നെ ലൗ വഖഫത്ത്, അത് നിൽക്കുകയായിരുന്നുവെങ്കിൽ, ഫിൽ ഫുൽക്കി ദായിമത്തൻ, അതെപ്പോഴും ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് എങ്കിൽ, സൂര്യന് എപ്പോഴും അതിന് ഉദയവും അസ്തമാനവും ഉണ്ട്. അതുകൊണ്ടാണ് അതിന് അതിൻ്റെതായ ഒരു സൗരഭ്യം. എത്ര പ്രയാസമുള്ള നാളുകളാണെങ്കിലും ആ ദിവസം, ആ ഡേ ടൈം അസ്തമിച്ച് ഒരു പുതിയ പുലരി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ വീണ്ടും ഉണ്ടാകുന്ന ഒരു നവോന്മേഷം. ഒരു മൊബൈൽ ഒരുപാട് പണിയെടുത്ത് അതിനെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു നവോന്മേഷം പോലെ ഒരു പുതിയ ഉന്മേഷം ആളുകൾക്ക് ഉണ്ടാകുന്നു, പുതിയ ഉദയം ഉണ്ടാകുന്നത് കൊണ്ടാണ് നവോദയം, അല്ലേ? അപ്പം എന്നതുപോലെയാണ് ഇവിടെ എന്ത്, സൂര്യൻ അങ്ങനെ ഒരു ഉദയമൊന്നും ഇല്ലാതെ എല്ലാ സമയവും അങ്ങനെ ജ്വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അസ്തമയം ഇല്ലാതെ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിൽ, മല്ലഹന്നാസു, മല്ലാരണം മടുക്കുക എന്നർത്ഥം. ആളുകൾക്ക് ഈ സൂര്യനെ മടുക്കുമായിരുന്നു. ആളുകൾക്ക് തന്നെ, ആളുകൾ എന്നാണ് വിശദീകരിക്കുകയാണെന്ത്, മിൻ ഉജ്മിൻ, അത് അനറബികളായാലും ശരി, മിൻ അറബികളായാലും ശരി. അന്നാസു എന്നുള്ളതിനെ വിശദീകരിച്ചാണ്, ജനങ്ങൾ എന്ന് പറഞ്ഞാൽ അനറബികളും അറബികളുമായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ഈ സൂര്യനെ കണ്ട് മടുത്തുപോയനെ. അപ്പോൾ എല്ലാത്തിനും ഒരു സൗന്ദര്യം ഉണ്ടാകുന്ന, ഇടയ്ക്കൊക്കെ അതിനൊരു ഡിപ്പാർച്ചർ ഉണ്ടാവണം, അത് വിട്ടു പിരിഞ്ഞ് പോകുന്നൊരവസ്ഥ ഉണ്ടാകണം. സൂര്യൻ അതിൻ്റെതായ ഒരു സൗന്ദര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, സൂര്യൻ ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട്, ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് ഉള്ളതുകൊണ്ട് മാത്രമാണ് സൂര്യൻ അതിൻ്റെതായ വില ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അത് നമുക്കൊരു പക്ഷേ നമുക്ക് മടുത്തുപോയ, ആരും നോക്കാൻ ഇഷ്ടപ്പെടാത്തൊരു സംഗതിയായിട്ട് സൂര്യൻ ആയി മാറുമായിരുന്നേനെ എന്നാണ് കവി പറയുന്നത്. അപ്പോൾ ഇതിലുള്ള വാക്കുകളൊന്ന് ശംസന സൂര്യൻ, വഖഫാന നിൽക്കുക, ഫിൽ ഫലക്കി, ഫലക്കനാണ് ഗോളം എന്നൊക്കെ, അപ്പോൾ അതിൻ്റെതായ ഒരു സഞ്ചാരപദം, അവിടെ തന്നെ അങ്ങ് നിൽക്കായിരുന്നെങ്കിൽ, ദായ്മ തന്നെ എപ്പോഴും, മല്ല യമുല്ലുന മടുക്കുക, നാസ് ജനങ്ങൾ അറിയാലോ, ഉജ്മ എന്നാൽ അനറബികൾ, അറബ് എന്നാൽ അറബികളും. ഓക്കെ, അടുത്തൊരു വരി നോക്കാം. അപ്പൊ അടുത്ത വരി നോക്കൂ. വൽബദറു ലൗലാ ഉഫൂലുൻ മിൻഹുമാ നളറത് ഇലൈഹി ഫീ കുല്ലി ഹീനിൻ ഐനു മുർതഖിബി. അടുത്ത വരിയിൽ പറയുന്നത് ചന്ദ്രനെ കുറിച്ചാണ്. അതിലെ ഉപമ ചന്ദ്രനാണ് കേട്ടോ. ഏതാണ്ട് ഇതേ മുകളിൽ പറഞ്ഞ ഇതേ വരിയിലെ ആശയം തന്നെയാണ് ചന്ദ്രനെ കുറിച്ചും പറയുന്നത്. നോക്കൂ, അവിടെ പറയുന്നത് ബദർ എന്ന് പറഞ്ഞാൽ സാധാരണ ചന്ദ്രനല്ല, പൂർണ്ണ ചന്ദ്രൻ. നമ്മൾ പൗർണമി എന്ന് പറയില്ലേ, 14-ാം രാവിലെ ഉണ്ടാകുന്ന അങ്ങനത്തെ പപ്പടം പോലുള്ള, അതുപോലെ പൂർണ്ണ വൃത്താകൃതിയുള്ള ഉദ്ദേശിച്ചു കേട്ടോ. അങ്ങനെയുള്ള ചന്ദ്രനെയാണ് നമ്മൾ എന്താ പറയുക, ബദർ എന്ന് പറയാം. അപ്പോൾ വൽ ബദറു ലൗലാ ഉഫൂലുൻ മിൻഹു, ഈ പൂർണ്ണമായ ചന്ദ്രനാണെങ്കിൽ പോലും അതിൽ നിന്നും ഉഫൂൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഉഫൂൽ എന്നാൽ അസ്തമയം, അപ്പം അസ്തമയം ഉണ്ടായിരുന്നില്ല എങ്കിൽ, മാ നളറത് ഇലൈഹി, ആ
ചന്ദ്രനിലേക്ക്, ആ പൗർണമിയിലേക്ക് നോക്കുക പോലും ചെയ്യില്ലായിരുന്നു. ഫീ കുല്ലി ഹീനിൻ, അല്ലെ, ഓരോ സമയത്തും, അല്ലെ, എപ്പോഴും അതിലേക്ക് നോക്കുമായിരുന്നില്ല. ഐനു മുർത്തഖിബി, ഒരു കാത്തിരിക്കുന്ന ആളുടെ കണ്ണുകൾ. മുർത്തഖിബ് പറഞ്ഞാൽ കാത്തിരിക്കുക എന്നർത്ഥം, ഐനാണ് കണ്ണ്. അപ്പോൾ ഒരാളിങ്ങനെ എന്താണ്, ഇപ്പോൾ പഴയകാലൊക്കെ ആണെങ്കിൽ നമ്മൾ വീടിൻ്റെ വെളിയിൽ ഇങ്ങനെ രാത്രിയിൽ ആരെങ്കിലും കാത്തിരിക്കുകയാണ്, അവർ വീട്ടിലേക്ക് മടങ്ങി വരുന്നതിന്. അപ്പോൾ മാനത്ത് കാണുന്നത് എന്താണ്, പൂർണ്ണ ചന്ദ്രനെയാണ്. അപ്പോൾ ആ ചന്ദ്രനെ നോക്കി ഇങ്ങനെ അയാൾ എന്ത് ചെയ്യണം, അയാളുടെ ആ കാത്തിരിപ്പിന് വേണ്ടിയിട്ട് ഒരു സമയം പോക്കായിട്ട് ചന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. ചന്ദ്രൻ ആ സൗന്ദര്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ആ ഉസ്തമാനം ഉണ്ടാകുന്നത് കൊണ്ടാണ്. പ്രഭാതമാകുമ്പോൾ സൂര്യൻ്റെ വെളിച്ചം നമ്മളെ ഭൂമിയിലേക്ക് എത്തി നോക്കുമ്പോൾ പിന്നെ ചന്ദ്രൻ മെല്ലെ മെല്ലെ പിൻവാങ്ങുന്നു. അപ്പോൾ ചന്ദ്രൻ പിന്നീട് ഒരു അസ്തമാനവും ഉദയവും ഉണ്ടാകുന്നത് കൊണ്ട് മാത്രമാണ് ചന്ദ്രൻ ഇത്രയും സൗന്ദര്യം എന്നാണ് കവി പറയുന്നത്. വൽ ബദ്രു ലൗല ഉഫൂലൻ, ഉഫൂലാൻ മനസ്സിലായല്ലോ, അസ്തമാനം. ലൗല ഉണ്ടായിരുന്നില്ലെങ്കിൽ, പിന്നെ മാ നദറത്ത് നോക്കില്ലായിരുന്നു, ഇലഹി ആ ചന്ദ്രനിലേക്ക്. ആര് നോക്കില്ലായിരുന്നു? ഈ മാ നദർ എന്നുള്ളതിന് ഫായിലാണ് ഇവിടെ പറയുന്നത്. എന്ത്? ഐനു മുർത്തഖിബിൻ, മറ്റൊരാളെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരാളുടെ കണ്ണുകൾ ആ ചന്ദ്രനിലേക്ക്, പൗർണമിയിലേക്ക് നോക്കില്ലായിരുന്നു. ഫീ കുല്ലി ഹീനിൻ, എല്ലാ സമയത്തും. അതുണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചന്ദ്രന് ആ സൗന്ദര്യം, അല്ലെങ്കിൽ പൂർണ്ണ ചന്ദ്രന് ആ സൗന്ദര്യം ഉണ്ടാകുന്നത് ഇടക്കൊക്കെ അസ്തമാനവും ഉദയവും ഒക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ്. അതിലൊരു ചേഞ്ച് ഇഷ്ടപ്പെടാത്തവരാരാളുള്ളത്. അപ്പോൾ ഈ ചേഞ്ച് വരണം. എപ്പോഴും ഇങ്ങനെ ഒരു അസ്തമാനവും ഉദയവും ഉണ്ടാകുന്ന പോലെ ആളുകൾ എന്താണോ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരിക, നാട് വിട്ട് ഇടയ്ക്കൊക്കെ വീണ്ടും എന്ത് ചെയ്യുക, വിദേശത്തേക്ക്, ദേശം വിട്ട് പലായനം ചെയ്യുക, വീണ്ടും തിരിച്ചു വരിക, അങ്ങനെയൊക്കെയുള്ള ഒരു ഡിപ്പാർച്ചർ ഉണ്ടാകുമ്പോഴാണ്, നാട് വിട്ട് പോകുമ്പോഴാണ് എല്ലാത്തിൻ്റെ ഒരു വികസനം ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ ആശയത്തിലുള്ള അടുത്ത വരി. ഇതൊക്കെ ഓരോ വരികളിലും ധാരാളം നമുക്ക് സിമിലികൾ കാണാം, പിന്നെ ഉപമകൾ കാണാം, നല്ല രസകരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അടുത്ത വരിയിൽ പറയുന്നത് സ്വർണത്തിനെ കുറിച്ചാണ്. സ്വർണവും അതോടൊപ്പം നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഒരു നല്ല വാസനയുള്ള ചെടിയാണ് ഊത് ആണ്. നമ്മൾ ഊതും മത്തറും ഒക്കെ നമ്മൾ നല്ല വാസന ഉണ്ടാകുന്നതിന് വേണ്ടി സാധാരണ ഉപയോഗിക്കുന്ന സംഗതികളാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അടുത്ത വരിയിൽ പറയുന്നത്. നോക്കൂ, വത്തിബുറു കത്തുർബി മുൽഖൻ ഫീ അമാകിനിഹി വൽഊദു ഫീ അർളിഹി നൗഉം മിനൽ ഹതബി. നമുക്ക് ഈ വരിയിൽ പറയുന്നത് തിബുർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് സ്വർണ്ണത്തരി, അല്ലേ? സ്വർണ്ണത്തരി കത്തുർബി, അത് കേവലം ഒരു മണ്ണ് പോലെ തന്നെയാണ്. എവിടെ? മുൽഖൻ ഫി അമാക്കിനിഹി, അത് ഇടപെടുന്ന ആ സമയത്ത്. മുൽഖൻ തന്നെ നിലത്ത് തന്നെ കിടക്കുക. ഫി അമാക്കിനിഹി, അതിൻ്റെ സ്ഥലത്ത്. ഈ സ്വർണ്ണത്തരികൾ അതാതിൻ്റെ സ്ഥലത്ത്. സ്വർണ്ണത്തരികൾ എവിടെ ഉണ്ടാവുക? ഖനികളിലാണ് ഉണ്ടാവുക. പിന്നെ നല്ല ആഴമുള്ള കുഴികൾ കുഴിച്ചിട്ടൊക്കെയാണ് നമ്മൾ സ്വർണത്തിൻ്റെയും മറ്റു ലോഹങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയെടുക്കുന്നത്. അപ്പോൾ ഈ സ്വർണ്ണത്തരികൾ അത് കേവലം അതിൻ്റെ ഖനിയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ അതിന് യാതൊരു വിലയുമില്ല. അതൊരു ഉപേക്ഷിക്കപ്പെട്ട വെറും എന്തായിരിക്കും? മണ്ണ് പോലെ ആയിരിക്കും. നമ്മളൊക്കെ പറമ്പിൽ വെളിയിൽ ഇഷ്ടംപോലെ മണ്ണ് ഇങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. ആരോ അത് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അത് കേവലം അങ്ങനെയൊക്കെ ഉള്ളൊരു കേവലം ഒരു ഡേർട്ടി സാൻഡ് മാത്രമായിരിക്കും എന്ത് ഈ പറയുന്ന സ്വർണ്ണത്തരികളൊക്കെ. പക്ഷേ അതിന് വില ഉണ്ടാകുന്ന എപ്പോഴും ആ താഴെ പറയുന്ന വരിയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം പ്ലസ് വേറൊരു ഉദാഹരണം കൂടി ഇവിടെ പറയുകയാണ്. എന്ത്? വൽ ഊത് ചെടിയാകുന്നത്, ഊതുമരം ഫി അർളിഹി നൗഉം മിനൽ ഹതബി, അല്ലെ? ഈ ഊതുമരം എന്തായിരിക്കും? അതിൻ്റെ സ്വന്തം നാട്ടിൽ, അല്ലെ, ചിലപ്പോൾ ഒരു കാട്ടിലോ അല്ലെങ്കിൽ നമ്മളെ പറമ്പിലൊക്കെ ആയിരിക്കും സാധാരണ ഈ ഊത് ഉണ്ടാവുക. അപ്പോൾ ഈ ഊതുമരം അത് അതിൻ്റെ തന്നെ മണ്ണിൽ, അതിൻ്റെ തന്നെ നാട്ടിൽ ഉണ്ടാകുമ്പോൾ നൗഉം മിനൽ ഹതബി, അത് കേവലം ഒരു വിറക് കൊള്ളി മാത്രമാണ്. വിറക് കൊള്ളിക്ക് വല്ല വിലയില്ലല്ലോ. പക്ഷെ ആ ഊത് ചെടികൾ എന്താണ്, നമ്മൾ അതിനെ ഒരു എടുത്ത് നമ്മൾ അതിനെ മറ്റു സ്ഥലത്ത് കൊണ്ടുപോയി അതിനെ വേണ്ട രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്, അതിൽ നിന്ന് സുഗന്ധം നമ്മൾ എടുക്കുമ്പോൾ മാത്രമാണ് ഊതിന് അതിൻ്റെ മാറ്റ് വർദ്ധിക്കുന്നത്. ഇത് രണ്ട് സ്വർണ്ണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അതുപോലെ ഊതും അങ്ങനെ തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. തിബുർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തരികൾ, തുറുബ് പറഞ്ഞ മണ്ണ്, മുൽഖൻ അതിനെ വെറുതെ ഇങ്ങനെ കിടക്കുക, മണ്ണിൽ കിടക്കുക, ഫി നിലത്ത് കിടക്കുക. മുൽഖൻ ഫി അമാക്കിൻഹി അവിടെ ശരിക്കും സ്ഥലങ്ങൾ എന്നർത്ഥം. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ഖനികൾ. ഊതു, അതുപോലെ ഊത് ചെടി, ഫി അർളിഹി, അത് ഉണ്ടാകുന്ന സ്ഥലത്ത്, നൗഉം മിനൽ ഹതബി, കേവലം ചില വിറക് കൊള്ളികൾ മാത്രമാണ്. ഹതബ് എന്ന വിറക് എന്നാണ് അർത്ഥം. അവസാനത്തെ വരിയാണ് നമ്മൾ പറയുന്നത്.
അപ്പോൾ നമുക്ക് തുടരാം. അപ്പോൾ ഈ വരിയുടെ നേരെ അതേ പിന്നെ ഒരു തുടർച്ച എന്നോണമാണ് അവസാനത്തെ വരിയുള്ളത് കേട്ടോ. ഈ ഫൈൻ തഖറബ എന്നുള്ള വരിയുള്ളത്. അപ്പോൾ ഇതിലെ വരികളുടെ അർത്ഥമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത വരിയിലേക്ക് പോവാം. ഫൈൻ തഖറബ ഹാദാ ഇസ്സ മത്ലബുഹു വഇൻ തഖറബ ദാക ഇസ്സ കദ്ദഹബി. ഇതിൽ പറയാൻ നോക്കൂ, ഫൈൻ തഖറബ ഹാദാ. അപ്പം നമ്മൾ അവസാനമായി ഇവിടെ പറഞ്ഞത് ഈ ഊദിനെ കുറിച്ചാണല്ലോ, ഊത് ചെടിയെക്കുറിച്ച്. അപ്പം അതിനെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത്. അവിടെ പറയുന്നത് ഫൈൻ തഖറബ, അപ്പോൾ ഈ ഊതുമരം അതിൻ്റെ നാട് വിട്ട്, ഫി അർളിയറ നാട് എന്നല്ല പറഞ്ഞു. അപ്പോൾ ഊതുമരം നിൽക്കുന്ന അതിൻ്റെ ആ ഒരു സ്ഥാനം വിട്ട് അല്ലെങ്കിൽ ആ നാട് വിട്ടത് പോവുകയാണെങ്കിൽ, തഖറബ എന്നാൽ ഗരീബാവുക, നാട് വിട്ട് പോവുക എന്നൊക്കെ അർത്ഥം. ഫൈൻ തഖറബ ഹാദാനോട് ഉദ്ദേശിക്കുന്ന ഈ ഊദിനെ കുറിച്ചാണ് കേട്ടോ. ഈ ഊത് ചെടി അതെന്താണ്, അത് പോവുകയാണെങ്കിൽ, ഹാദാന ഇത് എന്നൊക്കെ ഇഷാറത്തിൻ്റെ സ്മാണല്ലോ, നമ്മൾ മറ്റൊരാളിലേക്ക് ചൂണ്ടിക്കാണിക്കാനോ മറ്റൊരു സാധനത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കെ ഉപയോഗിക്കുന്ന. ഇവിടെ ഹാദാന ഉദ്ദേശിക്കുന്ന ഈ ഊത് ചെടി. ഇപ്പം ഈ ഊത് ചെടി അത് നാട് വിട്ട് പോവുകയാണെങ്കിൽ അസ്സ മത്തുലബുഹു, അതിന് ധാരാളം ആവശ്യക്കാരുണ്ടാകുന്നു. അസ്സന ഇസ്സത്തിലാവുക, മത്തുലബുഹു അതിൻ്റെ ആവശ്യം. അപ്പോൾ ആവശ്യം ഇസ്സത്തിലാവുക എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരുണ്ടാവുക. അപ്പോൾ ഊത് ചെടി അതിനെ സംസ്കരിച്ച് അതിൽ നിന്ന് പിന്നെ നല്ല ഊത് പിന്നെ അത്തറും ഊതും ഒക്കെ സുഗന്ധമൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് നല്ല ആവശ്യക്കാരുണ്ടാകുന്നു. അതേപോലെ വൈൻ തഖറബ ദാക്കാന ദാലിക്കാന്ന് ഷോട്ടാക്കിയതാ മറ്റേത്, ഇത് അത് അറിയില്ല. അപ്പോൾ ഇത് എന്നുള്ള സാധാരണ ഹാദ ഉപയോഗിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു കാര്യത്തിലേക്ക് സൂചിപ്പിക്കാനാണ്. തൊട്ടടുത്തുള്ള ഇപ്പോൾ ഹാദ കലമു, ഇത് പേനയാണ്. ഈ ദാക്കാനും ദാലിക്കാനെ ഷോട്ട, ദാലിക്കാരന അത് തന്നെ ദൂരെയുള്ള സാധനത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഉപയോഗിക്കുന്നതാണ് മാറ്റം. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ഇതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. തിബുർ എന്തായിരുന്നു? തിബുർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണത്തിൻ്റെ തരികളെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ വൈൻ തഖറബ ദാക്ക, അതേസമയം ആ സ്വർണ്ണത്തരി അത് കനി വിട്ടിട്ട് എന്താണ് പോവായിരുന്നെങ്കിൽ, തഖറബ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും തന്നെയാണ് വിട്ടുപോവുക, നാട് വിട്ടു പോവുക, സ്ഥലം വിട്ടു പോവുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ സ്വർണ്ണത്തരിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അത് കനികളാണ്. അപ്പോൾ കനികൾ വിട്ടത് പോയാൽ അസ്സ കദ്ദഹബി, അതിന് ഏതുപോലെയാണ്, തങ്കം പോലെ അതിന് വിലയുള്ളതായിട്ട് മാറുന്നു. അസ്സാൻ അത് നല്ല ഇസ്സത്തുള്ളതായി മാറുന്നു, നല്ല വിലയുള്ള മൂല്യമുള്ളതായിട്ട് മാറുന്നു. കദ്ദഹബി ഇതുപോലെ സ്വർണം പോലെ. അപ്പോൾ ഈ സ്വർണ്ണത്തരികളാണ് അതിൻ്റെ ആദ്യത്തെ അയിരുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ എന്താകുന്നു, പിന്നെ തട്ടാൻ അയാളുടെ അടുത്തെത്തുമ്പോൾ അയാളത് ചൂടാക്കിയിട്ട് അതിൽ നിന്ന് ശുദ്ധീകരിച്ച് അതിൻ്റെ സ്വർണത്തിൻ്റെ അംശമല്ലാത്ത ബാക്കിയുള്ള സ്വർണം മാത്രം മാറ്റി എടുക്കുമ്പോൾ അത് എന്തായി, അത് തങ്കമായി. അപ്പോൾ അതാണ് ദഹബി പറഞ്ഞത്, തങ്കം പോലെയായി മാറുന്നു. അപ്പോൾ ഇത് ആശയം, ഈ രണ്ട് വരികളുടെ മൊത്തം ആശയം എന്തായി, ഒരു മനുഷ്യൻ ജന്മനാട് വിട്ട് പുറത്തു പോകുമ്പോഴാണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള വിലയും അവൻ്റെ ആവശ്യവും ഒക്കെ എന്താവുന്നു വർദ്ധിക്കുന്നത്. അപ്പോൾ നാട് വിട്ട് നമ്മൾ പോകുമ്പോൾ എന്താവും, നമ്മളെ കഴിവുകളൊക്കെ എന്താവും ഒന്നുകൂടെ വികസിക്കുകയും നമുക്ക് തന്നെ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ആശയം. അപ്പോൾ മൊത്തത്തിൽ ഈ കവിതയിൽ പറയുന്ന ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ദീവാനാണ് കവിതാ സമാഹാരം, അതിൽ ഉൾപ്പെടുത്തിയ ഈ ഒരു കവിതയുടെ മൊത്തം ആശയം ഇതിൽ കാണുന്ന പോലെ തന്നെ നാട് വിട്ട് പല നാടുകൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചപ്പാടുകൾ, കഴിവുകൾ, പുതിയ കൂട്ടുകാർ, നമ്മുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ എല്ലാം നമുക്ക് വികസിപ്പിക്കാൻ പറ്റുമെന്നാണ് ഇതിൽ പറയുന്ന ആശയം. ഇൻഷാ അല്ലാഹ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത ഒരു വീഡിയോയിൽ ഈ +1 അറബിക്കിൻ്റെ വിവിധ ചാപ്റ്ററുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ തയ്യാറാക്കണം ഇൻഷാ അല്ലാഹ്. അതുപോലെ +1 തന്നെ ഇംഗ്ലീഷിൻ്റെ വിഷയം കൂടെ അതേപോലെ നമ്മുടെ എജുപീഡിയ ട്യൂട്ടോറിയലിൻ്റെ ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ +1 ടെലഗ്രാമിൻ്റെ ഗ്രൂപ്പ് നിങ്ങൾ ഉപയോഗപ്പെടുത്തി കൂട്ടുകാരെയും അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിച്ചാൽ അവർക്ക് പെട്ടെന്ന് ക്ലാസ്സുകളൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.